അപ്പൊ തുടങ്ങാല്ലേ? അങ്ങനെയല്ല, ഇപ്പോ സെക്സി കോസ്റ്റ്യൂം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവിടെ വെച്ചിട്ട്, അതായത് ഒരുപാട് തുമ്മിമാരുണ്ട് കേരളത്തിൽ. ഈ കാര്യത്തിൽ അനന്തരം ഞാൻ പിന്താങ്ങും. പക്ഷെ ഇവള് മാത്രം വേട്ടയാടുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് എന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാണല്ലോ പിന്നെ ആ നന്ദി വേണോടാ, നന്ദി വേണം. കേരളത്തിൽ ഏത് ജില്ലയിലാണ് കൂടുതൽ ഫാൻസ്? അങ്ങനൊന്നുമില്ല, എല്ലായിടത്തും. ഇതിങ്ങനെ പറഞ്ഞു കൂടി വരും. നീ ഏതായാലും പറയും, ബാക്കിയോട് പറഞ്ഞു. എറണാകുളം, തൃശ്ശൂർ എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും ഈക്വൽ ആയിട്ടാണ്. ആണോ? ഭയങ്കര. പിന്നെ തമിഴ് ഫാൻസ് കുറച്ചുണ്ട്. തമിഴില് ഒരു ചെവി ഇവിടെ കേട്ടാലല്ലേ ഇപ്പൊ വിടേണ്ട ആവശ്യമില്ല. കേൾക്കണേ ഇല്ലേ? ഭയങ്കരമായ ആള്. ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. ഇങ്ങനൊന്നും എന്നോട് സംസാരിക്കില്ലേ വേഗം? അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. മാന്യമായിട്ട് അഭിനയിച്ചും പാട്ട് പാടിയൊന്നും ആർക്കും റീച്ച് കിട്ടുന്നില്ല. അപ്പൊ ഈ മാംസപിണ്ഡം കാണിച്ചു കൊടുക്ക, ഈ മാംസപിണ്ഡത്തിന്റെ അടിയിലെ ഹോള് കാണിച്ചു കൊടുക്ക. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. അങ്ങനെയൊക്കെ റീച്ച് കിട്ടണുള്ളൂ. ഈ ഫീൽഡിൽ പിടിച്ചിക്കണെങ്കിൽ അത് പറ്റുള്ളൂ. ഓ നമുക്കിട്ടെന്ന് വെച്ചല്ലേ. കുറെ ആൾക്കാരുടെ ഡൗട്ടാണ്. കുറെ ആൾക്കാർ ഹസ്ബൻഡാന്ന് പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. അതൊന്നല്ല, വ്യക്തമായിട്ട് പറയണോ, വ്യക്തമായിട്ട് പറയുകയാണെങ്കിലേ. അത് ഞങ്ങൾ കസിൻസ് ആണ്, പ്രദേശത്ത് ഇഷ്ടമാണ്. ചേച്ചിയുടെ മോളാണ്. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. കൂടി 1 മില്യണിൽ നിന്ന് വന്ന് എല്ലാ മാസവും 20 കോടി ആൾക്കാർ കാണുന്നുണ്ട്. എന്നാലും ഏത് കുരിശാടത്? ഒരു മാസത്തെ നമ്മുടെ ഐഡിയയിലെ റീച്ചിങ് 20 കോടി ആൾക്കാർ. നമുക്ക് 20 കോടി ഒരു 19 കോടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വിഷമമാണ്. അത് ഇങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പില്ലേ ഡൗൺ ആവും ഓട്ടോമാറ്റിക്. അല്ലാതെ കാണിച്ചിട്ട് വീഡിയോ ഇടുന്ന ആൾക്കാരുണ്ട്. അവര് നോർമലായി ഇതിനേക്കാളും ബാഡായിട്ട് കാണിക്കുന്നവരില്ലേ? അതുകൊണ്ട് ഇപ്പൊ എന്താ? മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ല. അത് കാലങ്ങളായിട്ട് കുമ്പളത്തിന്റെ ശീല. ശരിക്കും നിങ്ങൾ രണ്ടുപേരുടെ പേരെന്താ? ചേട്ടൻ എന്നെ കുറിച്ച് നാട്ടിലൊന്ന് അന്വേഷിച്ചു നോക്കും. ഒരു ഇലക്ഷൻ നിന്നാ പുഷ്പം പോലെ ജയിച്ചു പോരും. അത്രയ്ക്ക് നല്ല പേരാ എനിക്ക് അവിടെ. തുമ്പി എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്.